ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കിച്ചണൊക്കെ എങ്ങനെ നമുക്ക് നീറ്റായിട്ട് തന്നെ വെക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ടിപ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന സമയത്ത് നമ്മൾ കിച്ചണിലുള്ള ഡോറും അതുപോലെ തന്നെ ജനലും മൊത്തം നമ്മളിതുപോലെ ഒന്ന് തുറന്നിടുക. എന്നാൽ തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു വെളിച്ചം ഒക്കെ തട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ ഇതുപോലെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ തന്നെ ഒരു വൈബാവും. രാത്രി നമ്മൾ ഇതുപോലെ സിങ്കൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. എന്നാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സിങ്കൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഇതിപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെക്കുകയാണ്. നമ്മൾ രാവിലെ കഴിക്കുന്ന പാത്രങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. നമ്മൾ ഫുഡ് ഉച്ചക്കൊക്കെയുള്ള ഫുഡും രാവിലത്തെ ഫുഡും ഒക്കെ വെക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവുക. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ തന്നെ നമുക്ക് ജോലിയുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ രാവിലെ ഫുഡ് കഴിച്ച് എല്ലാവരും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് പാത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിലത്തെ വേസ്റ്റൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി കൊടുക്കുക, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക്. എന്നിട്ട് പിന്നെ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കും. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിൻ്റെ സൈഡിലായിട്ട് നമ്മളിതുപോലെ ഒരു ബാസ്ക്കറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കഴുകി വെക്കുന്ന ആ ഒരു പാത്രങ്ങൾ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ആ ഒരു ക്ലീൻ ആക്കുന്ന കഴിഞ്ഞ സമയത്ത് ആ ഒരു കൗണ്ടർ ടോപ്പ് കൂടെ ഒന്നും ആവുകയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അതിൽ തന്നെ വെക്കാം. വെച്ചിട്ട് നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് മറ്റേ പ്ലേറ്റിൻ്റെ സ്റ്റാൻഡിലേക്ക് മാറ്റി വെക്കാം. എന്നാൽ നമുക്ക് ആ പ്ലേറ്റിൻ്റെ സ്റ്റാൻഡിൻ്റെ അവിടെ ഇങ്ങനെ ഇതിലുള്ള വെള്ളം ഊർന്ന് വന്നിട്ട് വൃത്തികേടാവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമുക്കൊരു ബേസിലേക്ക് മാറ്റിയിട്ട് അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് പോയതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നാൽ നമുക്ക് നല്ല വൃത്തി തന്നെ നമ്മളെ കിച്ചണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ എത്ര ചെറിയ അടുക്കളയാണെങ്കിലും നമുക്കിപ്പോൾ വലിയ അടുക്കള ആയാൽ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനത്തെ ചിന്തയൊന്നും ചിന്തിക്കാതിരിക്കുക. നമ്മൾ ഉള്ളതിൽ നമ്മൾ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിപ്പോൾ ചെറുതായാലും നമുക്കൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ വലുത് തന്നെ വേണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതുപോലെ ഒരു ബേസിനിലേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ കിച്ചണെല്ലാം മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയം മതി കേട്ടോ, ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു സിങ്കാണ് കേട്ടോ ഇനി കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ മാത്രമാണ് കേട്ടോ ഇത് കഴുകിയെടുക്കാറുള്ളൂ. എന്നാൽ തന്നെ നല്ല വൃത്തിയിലിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഡിഷ് വാഷോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ കുറച്ച് ഡിഷ് വാഷ് ആക്കി വെക്കുക. പിന്നെ അതിലേക്ക് ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് സിങ്കും പൈപ്പൊക്കെ കഴുകാനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും അതിലേക്കൊക്കെ നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ക്ലീനായിട്ട് നമുക്കിതുപോലെ ഒന്ന് സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഉരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിങ്കൊക്കെ കഴുകാനായിട്ട് നമ്മൾ വേറൊരു സ്ക്രബ്ബർ മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലൊരു ടവൽ മാറ്റി വെക്കുക. നമ്മൾ കിച്ചണ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസും ഒക്കെ കഴുകൽ കഴിഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു ക്ലോത്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. എപ്പോഴും നമ്മളെ പൈപ്പൊക്കെ ഒന്ന് നമ്മളെപ്പോഴും ഈ ഒരു സിങ്ക് കഴുകുന്ന സമയത്ത് തന്നെ ഒന്ന് പൈപ്പ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കയ്യിലുള്ള മഞ്ഞക്കറിയൊക്കെ നമ്മൾ ആ ഒരു പൈപ്പിൽ പിടിച്ചിട്ട് വൃത്തികേടാവും കേട്ടോ. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ തന്നെ നോക്കുക. എന്നാൽ തന്നെ നമ്മളെ കിച്ചണ് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ സ്പൂണും കാര്യങ്ങളൊക്കെ നേരെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിലേക്കാവും വെക്കുക. അപ്പോൾ ആ ഒരു ഇതിലുള്ള എണ്ണമയം കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാസ് സ്റ്റൗവിലൊക്കെ ആയിട്ട് വൃത്തികേടാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രം നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് വെക്കുകയാണ് നല്ലത്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ എടുക്കുന്ന പൊടിപ്പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടി നോക്കുക. ആഴ്ചയിൽ 2-3 വട്ടമെങ്കിലും നമ്മളിതുപോലെ ഒന്ന് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അതിലൊരുപാട് ചളിയും കറയൊക്കെ പിടിച്ചിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല.
അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം അതേപോലെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ വെക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാനും വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കുറച്ച് സമയങ്ങളൊക്കെ നമ്മൾ ഇതിനായിട്ടൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ കിച്ചണിലുള്ള വർക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ അതേ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ആ ഒരു സ്ലാവിൽ കറയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നാൽ നമ്മൾ ആ ഒരു കുപ്പിയിലൊക്കെ ഉള്ള ബോട്ടിലൊക്കെ ഉള്ള ചിലപ്പോൾ മഞ്ഞപ്പൊടീൻ്റെ മുളക് പൊടിയുടെ ഒക്കെ കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും അതിലില്ലാതിരിക്കാനാണ് കേട്ടോ. ഇപ്പോൾ നോക്കിക്കേ നമ്മളെ കിച്ചണ് എത്ര ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ടിപ്പും കൂടി പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇതുപോലെ പാത്രം എടുത്തിട്ട് നമ്മൾ ആ കറിയുള്ള ഭാഗം അങ്ങനെ നിലത്ത് സ്ലേവുമ വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ സ്ലേവുമലാകെ ഇതിലത്തെ ആ ഒരു കറിയും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ പാത്രം കറിയുള്ള ഭാഗം മുകളിലേക്കായിട്ട് മറച്ച് വെക്കുക കേട്ടോ. പാത്രം സ്ലേവിലൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മളെ കിച്ചണ് നല്ല രീതിക്ക് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടാൽ തന്നെ നമ്മളെ കിച്ചണിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.